ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു 8:30ക്കാണ് സായിയുടെ വേക്കപ്പ് ടൈം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ആളൊന്ന് ഉഷാറായിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. ഇതാ ഞങ്ങൾ ബാൽക്കണിയിൽ വന്ന് പശുവിനെയൊക്കെ കണ്ട് ആളെ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ പോട്ടി ടൈമാണ്. ഇവിടെ ഫ്ലാറ്റിലേക്ക് വന്നതിന് ശേഷമാണ് സായിക്ക് പോട്ടി മാറ്റി ക്ലോസറ്റ് സീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ബാൽക്കണിയിൽ വന്നിരുന്നൊന്നല്ലേ ഫുഡ് കഴിക്കുക. ഓരോ ദിവസം മൂഡിനനുസരിച്ച് പല പല സ്ഥലത്തിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞ് ജസീലിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയാണ്. ജസീൽ ഓഫീസിൽ പോകാൻ ഫുള്ള് സെറ്റായിട്ടിരിക്കുക. താഴേക്ക് വരുമ്പോൾ അവൻ്റെ ലെഫ്റ്റ് ഓവർ ഫുഡ് ഞാൻ കയ്യിലെടുക്കും. മീനൊക്കെ കാണിച്ചാൽ അതെങ്ങനെയും ഒന്ന് കൊടുത്ത് തീർക്കാമല്ലോ. പിന്നെ നേരെ പ്ലേ ഏരിയയിലേക്ക്. അവിടെ കുറച്ച് അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ മേളിലേക്ക് പോവുക. ഈ അൽക്കുലത്തെ ക്ലീനിങ് പണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കിച്ചൺ ക്ലീൻ ചെയ്യാതൊക്കെ എൻ്റെ ഫേവറേറ്റ് ജോലിയാണ്. സായിനെ ശ്രദ്ധിക്കാതെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്താൽ അവനപ്പം കോംപ്ലക്സ് അടിക്കും. പിന്നെ ഞങ്ങളിതാ ഒരു ഓയിൽ മസാജൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനല്ല ഒരു സായപ്പനായി. കുട്ടികളൊക്കെ ആവുന്നതിന് മുന്നേ ഞാനും ജസീലും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കും, ഈ സായി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. മീറ്റ് ദേവാംശി, സായിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതൊക്കെ എൻ്റെ റെഡ് ടൈമാണ്. ഈ ചോറ് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇവനെ കൊണ്ടുപോയി ഉറക്കിയിട്ട് വേണം എനിക്ക് ലോഗിൻ ചെയ്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ. ആൻഡ് അറ്റ് ലാസ്റ്റ് ദ ടഫസ്റ്റ് ജോബ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ പോണം? വണ്ടി എടുത്തോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് താഴെ പോയി ഒരു റൗണ്ട് കളിയും കഴിഞ്ഞു ഞങ്ങളിതാ മുകളിലേക്ക് പോവാം. ഇതിവിടുത്തെ ഗാർഡനിൽ നിന്ന് കിട്ടിയ ബബ്ലൂസ് നാരങ്ങ. ഇതിനെ പല നാട്ടിൽ പലതാ പറയുന്നത്. തൃശ്ശൂരൊക്കെ ഇതിനെ കമ്പിളി നാരങ്ങ എന്ന് പറയും. കമ്പിളി പൊതുപ്പല്ല, കമ്പിളി നാരങ്ങ. ചേട്ടാ ഒരു ചായ. ചായ കൊട്ടിയോ? താങ്ക് യു. എത്ര രൂപയാ? 2 rupees. വൈകിട്ട് ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും താഴെ കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ടാവും. സായിക്ക് അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് കളിക്കാൻ അത്ര താല്പര്യമില്ല. എൻ്റെ കൂടെ കളിച്ച് എൻ്റെ പ്രായക്കാരെയാണ് അവനിഷ്ടം. പിന്നെ ചേച്ചൂട്ടിയുടെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പൂളിലേക്ക് പോയി. കാലിട്ടടിക്കേ. നീന്ത്, മമ്മി എടുത്തിട്ട് വരാം. നീന്തിക്കും. പൂളിലേക്ക് അങ്ങനെ സ്ഥിരമായിട്ടൊന്നും നമ്മൾ പോകാറില്ല. കാരണം എനിക്കും ജസീലും നീന്താൻ അറിയില്ല. സായിക്കാണെങ്കിൽ വെള്ളം കണ്ടാൽ പിന്നെ സാത്താൻ കയറിയ പോലെയാണ്. മാത്രമല്ല ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ചെറുപ്പം തൊട്ട് നീന്തൽ പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോഴാണ് സമയവും സന്ദർഭവും ഒത്തു വന്നത്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, ഇവിടുത്തെ പൂളിന് എന്നെക്കാൾ ഡെപ്ത് ഉണ്ട്. പിന്നെ കിഡ്സ് പൂള്, മുട്ടോളം വെള്ളത്തിൽ നീന്തൽ പഠിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ എൻ്റെ ആഗ്രഹം എന്നോടുകൂടെ മണ്ണടിയുമെന്ന് തോന്നുന്നു. ഫീഷയോ? Good night.